അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഷെയ്ഡ്സ് എടുത്ത് വെച്ചു. പിന്നെ സുഹാനയ്ക്ക് ബുർജ് ഖലീഫ കണ്ടപ്പോൾ അത്ര കൗതുകം തോന്നിയില്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം അവൾ എന്നെ പോലെയല്ല, അവൾക്ക് വെയിൽ അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. അവിടെ ഫുഡും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് വെറുതെ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് മാർക്ക് ആൻഡ് സ്പെൻസറിലേക്കായിരുന്നു. നല്ല റേറ്റ് ആയിരുന്നു ഓരോ ഐറ്റത്തിനും. സെഫോറയിലും കയറി, അവിടെ കയറിയിട്ടും ഒന്നും വാങ്ങിയില്ല. പക്ഷേ ഞങ്ങളുടെ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ഫെൻഡി ബ്യൂട്ടി ബൈ റിഹാന. പുള്ളിക്കാരിയുടെ ഫൗണ്ടേഷൻ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇനി ഒരിക്കലും വാങ്ങണം. പിന്നെ ഞങ്ങൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നത് കൊണ്ട് തന്നെ ഫോണൊക്കെ ചാർജ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ദുബായ് മാളിലേക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ നല്ല പാടാണ് കേട്ടോ. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എക്സിറ്റ് കണ്ടുപിടിച്ചത്. അവസാനം അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് ഞങ്ങൾ റോളക്സ് ടവറിലേക്ക് പോയി. അവിടുന്ന് ചേട്ടായി ഞങ്ങളെ പിക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി